സോ എന്റെ പേര് സച്ചിൻ. ഞാൻ ഷംന. അതെ. സോ ഞങ്ങൾ എസ് ട്രെയിനേഴ്സ് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. അതായത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെ, സ്റ്റേഡിയം സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മുടെ CDA ലേണേഴ്സ് റാങ്ക് ചെയ്യുന്ന അല്ലെ, അവരുടെ വെബ്സൈറ്റിൽ റാങ്ക് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് പൊസിഷൻ അല്ലെ, ഫസ്റ്റ് പൊസിഷനിൽ റാങ്ക് ചെയ്തിട്ടുണ്ട്. 14 ഡിസ്ട്രിക്റ്റിലും ഫസ്റ്റ് പൊസിഷനിൽ റാങ്ക് ചെയ്തിരിക്കുകയാണ്. സോ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അതല്ലേ. സോ ഖദീജയോട് പറയുകയാണെങ്കിൽ അല്ലേ, ഖദീജന്റെ ലേണേഴ്സ് ഫസ്റ്റ് പൊസിഷനിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ യെസ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഷംനാമിസ് ആണ്. ഷംനാമിസിന് അത് ഭയങ്കര ഒരു, എനിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ലേണേഴ്സ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ലേണേഴ്സ് ഫസ്റ്റ് പൊസിഷനിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലെ. പലർക്കും ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്റ്റുഡൻസ് ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തി. അതെ, ബേസിക് ആയിട്ട് വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ, അവരുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് അവരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് ഗൂഗിൾ പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് പൊസിഷനിൽ അല്ലെ, ഓരോ കീവേഡുകളും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. CDA സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ ഇത് കണക്കാക്കുന്നത് അല്ലെ. വളരെ ചെറിയ കാലയളവിൽ 1.5 മാസം കൊണ്ടൊക്കെയാണ് ഇവർ ഈ അച്ചീവ്മെന്റ്. അതെ, SEO കേസ് പറയുകയാണെങ്കിൽ ഒരു 3 മാസമെങ്കിലും എടുക്കും അല്ലെ. 3 മാസം ടൈം വരെ എടുക്കാവുന്നതാണ്. ആ ഒരു ഷോർട്ട് ടൈം പീരീഡ് തന്നെയാണ് നമ്മുടെ ലേണേഴ്സ് അവരുടെ വെബ്സൈറ്റുകൾ 14 ജില്ലകളിലാണ്, കേരളത്തിലെ 14 ജില്ലകളിലും CDA ലേണേഴ്സ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അതില് വേറൊരു കാര്യം കൂടി ഉണ്ട്, തൊട്ട് താഴെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ ലേണേഴ്സ് തന്നെയാണുള്ളത്. നമ്മുടെ ഫോർത്തിലും ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അത് ഓഫ്ലൈൻ മാത്രമല്ല അല്ലെ, ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻസും വീക്കെൻഡ് ബാച്ചിലെ സ്റ്റുഡൻസ് വരെ റാങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്. വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വീക്കെൻഡ് ബാച്ചിൽ വന്നിട്ട് വളരെ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസ്, പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെ, വീക്കെൻഡ് ബാച്ചിൽ വന്നിട്ടുള്ള ആൾക്കാർ, അതിന് വരാൻ പറ്റാത്ത വീട്ടിലുള്ള ഹൗസ് മേക്കേഴ്സ് ആയിട്ടുള്ള അല്ലെ, ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള വീട്ടമ്മമാര്, അവരൊക്കെ ഫസ്റ്റ് പൊസിഷനിൽ എത്തി അല്ലെ. അങ്ങനത്തെ കുറെ പേര് കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തുക അല്ലെ, ആളുകൾ സെർച്ച് ചെയ്യുന്ന ഓരോ ടേംസിൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ കോമ്പറ്റീഷൻ ആയിട്ട് പല കീവേഡ്സും ഇത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. അതിലൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് നമ്മൾ പിള്ളേരടുത്ത് പറഞ്ഞു കൊടുക്കുമല്ലോ, ഹൈ സെർച്ച് പോലെയുള്ള കോമ്പറ്റീഷനിലുള്ള കീവേഡ് നോക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഇനിയിപ്പം സജസ്റ്റ് ചെയ്യാണ് കുറച്ചുകൂടെ കുറഞ്ഞ കോമ്പറ്റീഷൻ നോക്കാം. പക്ഷെ അവർക്ക് ഇല്ല, പറ്റില്ല, നമ്മളിതാണ് പഠിച്ചത്, ഹൈ സെർച്ച് വോളിയം ലോ കോമ്പറ്റീഷൻ. സെർച്ച് വോളിയുള്ള കീവേഡിൽ തന്നെ ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്, അതാണ് അതിന്റെ ഒരു ഫാക്ട് അല്ലെ. അതിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, റാങ്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഒരു ഫാക്ട് വരുന്നത്. ദെൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കൊച്ചിയിലുള്ള സുഹൃത്താണ്. സോ കൊച്ചിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ട് എന്തടിച്ചു നോക്കുന്ന സമയത്തും അവിടെ CDA ലേണേഴ്സ് ആണ് വരുന്നത് അല്ലെ. അത് ഞാൻ കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. അപ്പൊ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ലേണേഴ്സ് അല്ലെ, സോ അവര് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നു CDA പറ്റി. എന്നോട് ചോദിച്ചെന്താണ്, അതിനെന്തെങ്കിലും നിങ്ങൾ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞു, ഹാക്ക് ഒന്നും അല്ലത്, ഇത് അവര് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കീവേഡ്സിൽ റാങ്ക് ചെയ്യുന്നുണ്ട്, ഒരു കീവേഡ് അല്ല. ഗ്രാജുവലി ഒരു 2 months ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ റാങ്കിങ് എടുക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ കീവേഡ്സിൽ അവർ റാങ്ക് ചെയ്യുന്നത്. ശരിയാണ്, ഒരു കീവേഡ് ആണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നതെങ്കിലും പിന്നെ ഒരുവിധ എല്ലാ കീവേഡിലും അവർ തന്നെയാണ് ഫസ്റ്റ് പൊസിഷനിൽ കാണുന്നത്. സോ ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇത് ഞങ്ങൾക്ക്. അതിൽ ഓൺലൈനും ഓഫ്ലൈനും വീക്കെൻഡ് ബാച്ച് ആയി കഴിഞ്ഞാലും എല്ലാവർക്കും റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം ഒരു ഓഫ്ലൈൻ ബാച്ച് മാത്രം എന്നുള്ളതല്ലേ, ഓൺലൈൻ ബാച്ചും വീക്കെൻഡ് ബാച്ചും ഇതിൽ ഓരോ കീവേഡുകളിലും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ വെബ്സൈറ്റ്, വർക്ക് ചെയ്ത വെബ്സൈറ്റ്. സോ ഒരു ഡെവലപ്പർ ആണ് ഇവിടെ SEO ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യും, ഒരു അഭിമാനമുള്ള നിമിഷം തന്നെയാണ്. ഇവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കമ്പനീസിൽ പോയിട്ട് പ്രൊജക്ടുകൾ ചെയ്തിട്ടല്ല, അവർ ആദ്യമായിട്ട് ചെയ്യുന്ന അല്ലെ, ഏറ്റവും പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള സമയത്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് അവർ ഫസ്റ്റ് പൊസിഷനിൽ റാങ്ക് ചെയ്തിരിക്കുന്നത്. അത് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് വരുന്ന സ്റ്റുഡൻസ്, ചിലപ്പോ അവര് ഡ്രോപ്പ് ഔട്ട് ആയ ആൾക്കാരായിരിക്കാം, പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്, പ്ലസ് ടു സ്റ്റുഡൻസ് ആയിരിക്കാം, ബിടെക് കഴിഞ്ഞ ആളുകളുണ്ട്, അതുപോലെ തന്നെ വീട്ടമ്മമാര് വരെ അല്ലെ. വീട്ടമ്മമാരായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം അവർ ആ ഒരു ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇതിനു വേണ്ടി ഇരിക്കുക. കാരണം SEO നമുക്കറിയാം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അതും
കുറെ കാലത്തേക്ക് വർക്ക് ചെയ്യണം. പക്ഷെ അത് ചെയ്തവർ ആ ഒരു റിസൾട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെ അഭിമാനമാണ്. SEO പൊതുവെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ടാണ് പറയാറ്. ഡിജിറ്റൽ മാർക്കറ്റ് ആ ഒരു SEO എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ അവർക്കൊരു പേടിയായിരുന്നു. ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ആവശ്യമുള്ളതാണോ എന്നൊരു ഡൗട്ട് സ്റ്റുഡൻസിന് പൊതുവെ ഉണ്ടാകും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പം അവർ കേട്ട് പരിചയമുള്ള ടേംസ് ഒക്കെ വരും. SEO എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പേടിയായിരുന്നു. പക്ഷെ അതിൽ തന്നെ അവര് മുന്നിൽ വന്നിരിക്കുകയാണ്. പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള കാര്യം. അത് ആ ഒരു കാര്യം 40-ലധികം ലേണേഴ്സ് ആണ് ഇപ്പം CDയുടെ ലേണേഴ്സ് ആണ് 40+. ആ ഒരു ലേണേഴ്സ് കൗണ്ട് ശ്രദ്ധിക്കണം. ആ അത്രയും ലേണേഴ്സ് ആണ് സെർച്ച് എഞ്ചിനിൽ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള സെർച്ച് എഞ്ചിനിൽ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിലുള്ളത്. വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഗൂഗിൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഗൂഗിൾ എന്ന് പറയുന്നത്. സോ അതിലൊരു ഫസ്റ്റ് പൊസിഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ പിന്നെ 14 ജില്ലകളിൽ മാത്രമല്ല നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ഞാൻ പറയാൻ വിട്ടുപോയി. 14 കേരളത്തിൽ മാത്രമല്ല, ഖത്തറിലും അതുപോലെ തന്നെ ദുബായിലും ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് നമ്മൾ ലേണേഴ്സ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് പൊസിഷനിലെ ലേണേഴ്സ് ഉണ്ട്. സോ അതും ദുബായിലൊക്കെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു കീവേഡ്സ് ആണ് റാങ്ക് ചെയ്തിട്ടുള്ളത്. ദുബായിലൊക്കെ ഏതാണ്ട് പ്രൊഫഷണൽസ് ആണ് ആ ഒരു പോർട്ട്ഫോളിയോയിലൊക്കെ റാങ്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ടൈം എടുത്തു, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത്. അതിലൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെ ചെയ്യാന്ന് പറയുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അതുതന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു ഇവന്റ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരു ഹിസ്റ്റോറിക്കൽ ലൈവ് ഇവന്റ് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. സോ ഞങ്ങള് നിങ്ങളോട് പറയാൻ പോവുകയാണ് ആരാണ് 40+ ആളുകൾ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന കേരളത്തിലെ 14 ജില്ലകളിലും അവരുടെ പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ, അവരുടെ ബിസിനസിന്റെ വെബ്സൈറ്റുകൾ ആയിക്കോട്ടെ, അതിൽ ഒന്നാമത് നിൽക്കുന്ന സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ചെയ്തിട്ട് അവരുടേതായ ബിസിനസിന്റെ കീവേഡുകളിൽ അല്ലെ സെർച്ച് ടേംസുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു കീവേഡുകൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു സെർച്ച് ടേംസ് ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഒന്നാമത് എത്തിക്കുക, അവരുടെ ബിസിനസിന്റെ ഓൺലൈൻ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ ഒരു ലിസ്റ്റാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യണം ഞങ്ങൾക്ക് ഉണ്ട്. സോ നമുക്ക് ആരൊക്കെയാണ് ആ ലിസ്റ്റിന്റെ അകത്തുള്ളത്, എത്ര ലേണേഴ്സ് ആണ്, അവരുടെ പേരെന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് പോവാം. സോ ലിസ്റ്റിലേക്ക് പോകാം. സോ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കോട്ടയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡിൽ ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നൗറിൻ തഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. CDA കൊച്ചിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. സോ ഒന്നാമത്തെ പൊസിഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കോട്ടയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡിൽ നിൽക്കുന്ന നൗറിൻ തഹയാണ് നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ആള്. ഇനി അടുത്ത നോക്കണം, അതിൽ തന്നെ നമ്മുടെ ലേണേഴ്സ് തന്നെ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്. അപ്പം രണ്ടാമത്തെ ലിസ്റ്റ് നെക്സ്റ്റ് അടുത്ത ലിസ്റ്റിലുള്ളത് നമ്മുടെ ഫാത്തിമ റിസയാണ്, ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ മലപ്പുറം. ഓക്കെ, നേരത്തെ കോട്ടയാണെങ്കിൽ മലപ്പുറത്തിൽ നമ്മുടെ ലേണേഴ്സ് തന്നെയാണുള്ളത്. സോ കൊച്ചിയിലെ സ്റ്റുഡന്റ് തന്നെയാണ്. ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ മലപ്പുറം എന്ന് പറഞ്ഞ കീവേഡിൽ റിസ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ട് ഇപ്പൊ അല്ലെ. സോ ദെൻ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ അടുത്തത് വിനു വിജയകുമാർ ആണ്. വിനു വിജയകുമാർ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ തൃശൂർ. വീണ്ടും മാറി, തൃശ്ശൂരാണ്. തൃശ്ശൂരിലാണ് റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. സോ തൃശ്ശൂരിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ വിനു വിജയകുമാർ. ഇനി നെക്സ്റ്റ് പോവുകയാണെങ്കിൽ അവിടെ ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഇൻ ആലപ്പുഴ. വീണ്ടും മാറി വരികയാണ്, ആലപ്പുഴ. സോ ആലപ്പുഴയിൽ മുഹമ്മദ് റഫാദ് ആണ് ആലപ്പുഴയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഇൻ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ. ആ ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ റഫാദിനെ ആയിരിക്കും ഏറ്റവും ആദ്യം കാണുക അല്ലെ. സോ നെക്സ്റ്റ് അടുത്തതാണ് നമ്മുടെ അഭിജിത്ത് എസ് ആണ്, കൊച്ചിയിലെ തന്നെ സ്റ്റുഡന്റ് ആണ്. സോ അടുത്തൊരു കീവേഡിൽ ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറെ കീവേഡില് ഒരു അഭിജിത്ത് എസ് ഒന്നാമത്തെ പൊസിഷനിൽ ഉണ്ട്, തൊട്ട് പുറകെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് പോവുകയാണെങ്കിൽ അക്ഷയ് ഉത്തമൻ. അടുത്തത് അക്ഷയ് ഉത്തമനാണ്, ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ ആലപ്പുഴ. വീണ്ടും ആലപ്പുഴയിലെ മറ്റൊരു കീവേഡിൽ റാങ്ക് ചെയ്തിരിക്കുകയാണ് അക്ഷയ് ഉത്തമൻ, കൊച്ചിയിലെ സ്റ്റുഡന്റ് തന്നെയാണ്. സോ വീണ്ടും ആലപ്പുഴയിൽ നമുക്കൊരു മറ്റൊരു കീവേഡിൽ ഒരു ലേണർ കൂടി റാങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് അത്. സോ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ അഫിദ സുൽത്താന, ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കൊച്ചി. നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിലെ കീവേഡുകൾ അതിലും നമ്മളെ സ്റ്റുഡൻസ് തന്നെയാണുള്ളത് കൊച്ചി. സോ ഫ്രീലാൻസ് ഹൈ കോമ്പറ്റീവ് ആയിട്ടുള്ള കൊച്ചിയിലെ കീവേഡ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ അവിടെ കൊച്ചിയിൽ ഒരു അഫിദ സുൽത്താന ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് പോവുകയാണെങ്കിൽ
മറ്റൊരു ബിസിനസിന്റെ കീവേഡ് ആണ്. ബെസ്റ്റ് ക്വാളിറ്റി സ്ക്രഞ്ചീസ് ഓൺലൈൻ ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡിൽ നാസിർ സലീം, പോർട്ട്ഫോളിയോ അല്ല, പുള്ളിയുടെ ബിസിനസ് ആണെന്ന് തോന്നുന്നു അല്ലെ. സോ ആ ബിസിനസ് ആണ് അവർ റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, കേരളത്തിൽ റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. വലിയൊരു അത്യാവശ്യം ഉള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അതല്ലേ. സോ അതിൽ നാസിർ സലീമാണ് റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്തോളം നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റ് ട്രിവാൻഡ്രം, നമ്മളെ തലസ്ഥാനായിട്ടുള്ള അല്ലെ, തലസ്ഥാനായിട്ടുള്ള ട്രിവാൻഡ്രത്തിലുണ്ട് നമ്മുടെ ലേണേഴ്സ്. അവിടെയും സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത്, പോർട്ട്ഫോളിയോ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളെ നിതിൻ ഹരിദാസ് ആണ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് അടുത്ത ലേണേഴ്സിലേക്ക് പോവാണെങ്കിൽ അടുത്തത് വീണ്ടും തൃശ്ശൂർ എത്തി. തൃശ്ശൂർ എത്തി വീണ്ടും. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ തൃശ്ശൂരിൽ മറ്റൊരു കീവേഡ് കൂടി വരികയാണ്. ഹല ആബിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, നമ്മുടെ ലേണർ തന്നെയാണ്. കൊച്ചിയിലെ പ്രോഗ്രാമിലെ ലേണർ ആണ് നമ്മുടെ ഹല ആബിദ്. സോ ഹല ആബിദും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തൃശ്ശൂരിൽ വീണ്ടും ലേണേഴ്സ് നമുക്ക് പലതരം കീവേഡ്സിൽ റാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 month കോഴ്സിലെ ലേണർ ഇതുവരെ പറഞ്ഞിട്ടുള്ള 3 month കോഴ്സിലെ ലേണേഴ്സ് ആണ്. നമ്മളെ ബാക്കി ഓൺലൈൻ ബാച്ചിലെയും വീക്കെൻഡ് ബാച്ചിലെയും ലേണേഴ്സ് വരുന്നുണ്ട് അല്ലെ. സോ നെക്സ്റ്റ് പോവാണെങ്കിൽ വീണ്ടും കൊച്ചി ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ആരോൺ തോമസ് അല്ലെ. ആരോൺ തോമസ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആണ്, വെറുതെ അല്ല. കൊച്ചിയിൽ നോക്കുമ്പോ എല്ലാവരും കാണുന്നുണ്ട്. കാരണം വീണ്ടും കൊച്ചിയിൽ നമ്മൾ ലേണേഴ്സ് തന്നെ വന്നോണ്ടിരിക്കുകയാണ് അല്ലെ. സോ ആരോൺ തോമസ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ റാങ്ക് ചെയ്യുന്നത് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ. ഇനി നമ്മൾ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ അടുത്തത് വേറൊരു ജില്ലയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ഇൻ പത്തനംതിട്ട. ഇനി പുതിയൊരു ജില്ല വരികയാണ്, അവിടെയും നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ലേണർ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ഇൻ പത്തനംതിട്ട എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ നമ്മുടെ പവൻ ആണ് റാങ്ക് ചെയ്യുന്നത്. പത്തനംതിട്ടയിലും നമ്മുടെ ലേണർ ഉണ്ട് അല്ലെ, പത്തനംതിട്ടയിൽ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും ഒരു ബിസിനസിന്റെ കീവേഡ് ആണ് വരുന്നത്. പുള്ളിയുടെ ബിസിനസിന്റെ വെബ്സൈറ്റ് ആണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ബെസ്റ്റ് ബാപ്റ്റിസം ഫോട്ടോഗ്രാഫർ ഇൻ കേരള, ഫോട്ടോഗ്രാഫർ ഇൻ കേരളയാണ്. കേരള കീവേഡിലൊക്കെ റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട് തന്നെ. റൂബൻ ആണ് നമ്മൾ ആ ഒരു കീവേഡിൽ റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ ഫോട്ടോഗ്രാഫർ. അപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ. സോ റൂബൻ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ദെൻ വീണ്ടും ഒരു പാലക്കാട് കീവേഡ് ആണ് അടുത്ത് വരുന്നത്, അനൂപ് എം. എനിക്ക് തോന്നുന്നു അതെ, അനൂപ് എം കൊച്ചിയിലെ ലേണർ ആണെന്ന് തോന്നുന്നു. ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പാലക്കാടിലാണ് അനൂപ് എം ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. പാലക്കാടിലുള്ള ഒരു കീവേഡും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വീണ്ടും ഒരു ട്രിവാൻഡ്രം കീവേഡാണ്. ബെസ്റ്റ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രിവാൻഡ്രം, ജിനോ അലക്സാണ്ടർ ആണ് അവിടെ ഈ ഒരു കീവേഡിൽ ആളുകൾ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളില് ഏറ്റവും ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുന്നത് നമ്മള് ജിനോ അലക്സാണ്ടർ ആണ് അല്ലെ. ജിനോ അലക്സാണ്ടർ ആണ് ഏറ്റവും ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. സോ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ജിനോ അലക്സാണ്ടർ ആണ്. വീണ്ടും ഈ ഒരു കളർ മാറി, എന്താ സംഭവം മനസ്സിലായോ? എന്തായിരിക്കും? ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ഇത്ര നേരം ഓഫ്ലൈൻ ബാച്ചിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കളർ മാറുന്ന സമയത്ത് അല്ലെ, ഞങ്ങൾക്ക് എന്താണ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊല്ലം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡില് ഓൺലൈൻ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അതും അവർ തിരക്കിന്റെ ഇടയിലൊക്കെ ആയിരിക്കും, ഒരു വർക്ക് ചെയ്യുന്ന ആളുകളാവാം, സ്റ്റുഡന്റ് ആവാം. ചിലപ്പോ ഒരു 2 മണിക്കൂറാണ് ഡെയിലി അവർക്ക് കിട്ടുന്നത്. അവർക്ക് ഒരു 2 മണിക്കൂർ കിട്ടിയിട്ടാണ് അവർ 2 മന്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ അവർ റാങ്ക് ചെയ്യുന്നത്. നമ്മുടെ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. നിഷാദിനൊക്കെ എനിക്കറിയാം, ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് റാങ്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് നിഷാദൊക്കെ. സോ ഇപ്പം ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കൊല്ലം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. കൊല്ലത്ത് നമുക്കൊരു ലേണർ വരികയാണ്. നെക്സ്റ്റ് പോവുകയാണെങ്കിൽ വീണ്ടും കോട്ടയം കീവേഡ് വന്നിട്ടുണ്ട്, അമീൻ റാഫി, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കോട്ടയം. അവിടെയും കോട്ടയത്ത് കുറെ പേരുണ്ടെന്ന് തോന്നുന്നു അല്ലെ, നമ്മുടെ ലേണേഴ്സ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന. നേരത്തെ വീണ്ടും കൊച്ചിയിലുള്ള പോലെ തന്നെ കോട്ടയത്തും ലേണേഴ്സ് ഒരുപാട് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഇനി അടുത്തത് ഒരു ബിസിനസ് തന്നെയാണ്. സോ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് തോന്നുന്നില്ല. ഹുല്യ കോസി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണ് അല്ലെ. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ L7 ബാച്ച് ആണെന്ന് തോന്നുന്നു, കാലിക്കറ്റ് L7 ബാച്ചില്. സോ ഹുല്യ കോസി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സൂനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് റാങ്ക് ചെയ്തിട്ടുള്ള ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ ഇൻ കാലിക്കറ്റ്. അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ട്
റാങ്ക് ചെയ്ത് വന്ന കീവേഡ് ഒക്കെ തന്നെയാണ്. ഓൺലൈൻ ക്ലോത്തിങ് തന്നെ ഒരു ഓൺലൈൻ കോമ്പറ്റീവ് ക്ലോത്തിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ഒരു കീവേഡ് ഫോക്കസ് ചെയ്യും കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഷോർട്ട് ടൈലിലേക്ക് ആള് ആള് ട്രൈ ചെയ്യുന്നുണ്ട്, അവർ ഓണ്ടർപ്രണർ ആണ് അല്ലെ. സോ അതിന്റെ ഇടയ്ക്കും പത്ത് പഠിച്ച് ഈ ഒരു കീവേഡ് റാങ്ക് ചെയ്തിട്ടാണ് പോയത്. ഇനി ആള് ഷോർട്ട് ടൈലിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആളുടെ ബിസിനസ് ഒക്കെ ഇതുകൊണ്ട് ഡെവലപ്പ് ആവുമെന്ന് വിചാരിക്കുന്നില്ല, വളരെയധികം ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ ഇൻ കാലിക്കറ്റിൽ സൂനമാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് പോവാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ വയനാട്. സോ വയനാട്ടിലുള്ള ഒരു കീവേഡ് അല്ലെ. സോ ആദ്യമായിട്ട് വയനാട് വയനാട് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു 14 ജില്ലകളിലും റാങ്ക് ചെയ്യുന്നുണ്ട്, വയനാട് എത്തിയിട്ടുണ്ട് അല്ലെ. സോ കഴിഞ്ഞ ബാച്ചിൽ ഇറങ്ങിയിട്ടുള്ള സിനാനാണ് വയനാട് റാങ്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ വയനാട് എന്ന് പറഞ്ഞ കീവേഡ് നമ്മുടെ സിനാൻ റാങ്ക് ചെയ്യുന്നുണ്ട്. സിനാൻ റാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു പൊസിഷൻ കീപ്പപ്പും ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇവിടെയാണ് ആ ഒരു സർപ്രൈസ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കേരളത്തിലെ 14 ജില്ലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഫ്രീലാൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡിലാണ് നമ്മുടെ മുഹമ്മദ് റാഷിദ് റാങ്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു L1 ഇതിന് മുന്നുള്ള ബാച്ച് ആണെന്ന് തോന്നുന്നു, മുന്നുള്ള ബാച്ച് ആണെന്ന് തോന്നുന്നു. നല്ല കോമ്പറ്റീഷനും ഉണ്ട്, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ, പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു കീവേഡില് പ്രൊഫഷണൽസ് റാങ്ക് ചെയ്യുന്ന ഒരു കീവേഡ് റാങ്ക് ചെയ്യുക. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന കീവേഡിനകത്താണ് റാങ്ക് ചെയ്തിരിക്കുന്നത്. അതും അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് വരാൻ കുറെ ടൈം എടുക്കുന്ന ഒരു ഏരിയ ആണ് ദുബായ്. ഏത് കീവേഡ് ആണെങ്കിലും ലൈക്ക് ഈ റാങ്കിങ് കീപ്പ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രൊഫഷണൽസ് ആണല്ലോ താഴെയുള്ളത്, എപ്പോഴും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SEO. അതായത് പ്യൂർലി ഓർഗാനിക് ആയിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയത്. ഒരു ഹാക്കോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്, അവരെ ട്രെയിനേഴ്സ് ആണെങ്കിൽ ഒരിക്കലും ഒരു പെയ്ഡ് ആയിട്ടുള്ള കാര്യം ഹാക്കോ ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ടൂൾസ് ഇല്ല, ടാക്ലിങ്സ് ഇല്ല. അവര് കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇത്. സോ എനിവേ ഫസ്റ്റ് പൊസിഷനിൽ ഫ്രീലാൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ഇൻ ദുബായ് എന്ന് പറഞ്ഞ കീവേഡിൽ നമ്മുടെ റാഷിദ് ആണ് നിൽക്കുന്നത്. സോ ഇനി പോവാണെങ്കിൽ മറ്റൊരു ബിസിനസ് ആണ് ബ്ലോക്ക് ചെയിൻ ലേണിംഗ് അക്കാദമി ഇൻ കാലിക്കറ്റ്. സോ അത് നമ്മുടെ അൻഹയാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അതൊരു ബിസിനസിന്റെ കീവേഡുകളും അതിന്റെ ഇടയിൽ വരുന്നുണ്ട് നമ്മളെ പോർട്ട്ഫോളിയോസിന്റെ കൂടെ തന്നെ. അവരുടെ ബിസിനസ്സിലേക്ക് നല്ല മാറ്റങ്ങളും ലീഡ് വരുന്നതാണ് അത് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ്, കാരണം ഇവരൊന്നും നമ്മളെ ലേണേഴ്സ് ആയാലും ലൈക്ക് ഓരോ ഒരു വൺ ഡേ ഒരു ഗൂഗിൾ ആഡ് ചെയ്തതല്ലാതെ ആരും പെയ്ഡ് ആയിട്ട് ഗൂഗിൾ ആഡ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു പറയാൻ തന്നെ നമുക്ക് പറ്റുന്നത്. പ്രൗഡ് ആക്കുന്നതും അത് തന്നെയാണ്. ഓർഗാനിക് ആയിട്ടാണ് കംപ്ലീറ്റ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ബിസിനസ് വെബ്സൈറ്റ് ആണ്, ഇവരെ കോമ്പറ്റീറ്റേഴ്സ് അധികവും പ്രൊഫഷണൽസ് ആയിരിക്കും സത്യമായിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ആളെ നോക്കാം. വീണ്ടും യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഓൺലൈൻ ബാച്ച് സ്റ്റുഡന്റ് ഫ്രീലാൻഡ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കോട്ടയം. ഞാൻ വീണ്ടും പറയുന്നത്, വീണ്ടും കോട്ടയത്ത് ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്. നമ്മളെ ഓൺലൈൻ ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ 2 അവർ മാത്രം ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവരെ തിരക്കില്ല. അമൽ അഷ്റഫ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അവര് ഫ്രീലാൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോട്ടയത്തിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഓൺലൈൻ ബാച്ചിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള അമൽ അഷ്റഫ് ആണ്. ഇനി വീണ്ടും അടുത്തൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കീവേഡ് ആണ്, ഭയങ്കരമായിട്ട് അല്ലെ. സോ എല്ലാരും പേടിക്കുന്ന ഒരു കീവേഡാണ്, ലേണേഴ്സിന് പൊതുവെ പേടിയുള്ള ഒരു കീവേഡാണ്, അല്ലെങ്കിൽ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കീവേഡ് എന്ന് പറയാം. കാരണം കാലിക്കറ്റില് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഒരുപാടാണ്, പോർട്ട്ഫോളിയോസ് ഒരുപാടാണ്, റാങ്ക് ചെയ്യാൻ പ്രയാസമാണ്. സോ അതിൽ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ആയിഷ തസ്നിയാണ് അല്ലെ. ഒരുപാട് കാലമായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നവംബർ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. നവംബർ ബാച്ചിലെ സ്റ്റുഡന്റ് എനിക്ക് തോന്നുന്നു ഷംന മിസ്സിന്റെ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ. ഷംന മിസ്സിന്റെ സ്റ്റുഡന്റ്. യെസ്. അപ്പം നവംബർ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അവിടെ നിന്ന് ഇത്രയും കാലം ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനിലെ കീവേഡിൽ കീപ്പ് ചെയ്യാ, ഫസ്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, ആ സീറിലുള്ള കാര്യമാണ്. യെസ്. ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. കീവേഡ് ആണ്. യെസ്, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കീവേഡ് ആണ്. സോ അതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ആയിഷ തസ്നിയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരാളെ നോക്കുകയാണെങ്കിൽ ഓക്കെ, മറ്റാരുമല്ല, സോ നമ്മുടെ സ്വന്തം ഫൈസ ബിഗോ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ കാസർഗോഡ്. നമുക്ക് ഇല്ലാത്തൊരു ജില്ലയായിരുന്നു കാസർഗോഡ്. ഇതുവരെ ലിസ്റ്റ് ചെയ്തതിൽ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ജില്ലയാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാലിക്കറ്റ്, മലപ്പുറം, കൊച്ചി. യെസ്. അതിൽ പക്ഷെ
ഈ ഒരു കീവേഡ് ഞാൻ വിചാരിച്ചിരുന്നു കാസർഗോഡ് നിന്ന് ആരോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് അതെ. ഉണ്ടായിരുന്നു. സോ ഇതില് സച്ചിൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ആള് ഇന്നർ പേജ് വേറെ കോണ്ടന്റ് കേരള ഒരു കേരള എനിക്ക് തോന്നുന്നു കോണ്ടന്റ് മാർക്കറ്റിംഗ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നർ പേജിൽ വരെ ഫസ്റ്റ് പേജിൽ എന്തോ റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആള്. ഫൈസാബിക്കും റാങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ ഒരുപാട് കീവേഡിൽ റാങ്ക് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കീവേഡിലാന്ന് തോന്നുന്നു ലേണേഴ്സ് മൾട്ടി കീവേഡ്സിൽ റാങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് അവർ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അവരെ സജസ്റ്റ് ചെയ്യുന്നത് ആകെ ഒരു കീവേഡ് യൂസ് ചെയ്തു എന്നുള്ളതാണ് മതി എന്നുള്ളത്. കാരണം ആ ഒരു ടൈം പീരീഡിൽ അത്രേ പറ്റുള്ളൂ. അതെ. സോ അവർ പറയുന്നത് എനിക്കത് പോരാ, ഞങ്ങൾക്ക് ഇനിയും ആളുകൾ കുറച്ചുകൂടി ഞങ്ങളെ കാണണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഫൈസ ബീഗമാണ് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാസർഗോഡ് അല്ലെ, കാസർഗോഡിലാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ നെക്സ്റ്റ് പോവാണെങ്കിൽ മറ്റൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കീവേഡ് ആണ്. സോ ശ്രീരാഗ് ആണ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ റാങ്ക് ചെയ്യുന്ന ആള്. ഉഷാറായിട്ടുള്ള ഒരാളാണ് അല്ലെ, കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അത്യാവശ്യം നന്നായിട്ട് കോണ്ടന്റിലും അല്ലെ, ഇപ്പം അത്യാവശ്യം PR ഒക്കെ ചെയ്യുന്ന നന്നായിട്ടുള്ള ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അത്യാവശ്യം പ്രൊജക്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നോട് ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കീവേഡിൽ കുറച്ചായി ഇറങ്ങിയിട്ട് സ്റ്റിൽ ആ ഒരു കീവേഡിൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ടെങ്കിൽ ഫുള്ളി അപ്പോഴും അവിടെ ഫസ്റ്റ് പൊസിഷൻ കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു പൊസിഷൻ. അവര് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അവിടെ പോർട്ട്ഫോളിയോ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ. അതന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പം വരുന്ന ലേണേഴ്സിനും റാങ്ക് ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആ പുള്ളി തന്നെയായിരിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ നമ്മൾ ശ്രീരാഗയാണ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പോവാണെങ്കിൽ വീണ്ടും ഒരു തൃശ്ശൂർ കീവേഡാണ്. റീസ് ആണ് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ തൃശ്ശൂർ എന്ന് പറയുന്നത്. റീസ് കമാർ അല്ലെ, റീസ് കമാർ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ തൃശ്ശൂർ എന്നുള്ള ആള് കുറച്ചുകൂടി AI ഒക്കെ ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള, ഇപ്പം AI എക്സ്പേർട്ട് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മള് പുള്ളി പഠിച്ച സമയത്ത് റാങ്ക് എനിക്ക് കോൺവെക്കേഷൻ ടൈമിൽ തന്നെ പ്ലേസ്ഡ് ആയിട്ട്. അതെ, റീസ് ഒക്കെ തന്നെ കോൺവെക്കേഷന് മുന്നേ തന്നെ ആ ഒരു പ്ലേസ്മെന്റ് ആയി എന്നുള്ള പറഞ്ഞ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. സോ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ കീവേഡിൽ റീസ് കമാർ ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു അതിന് സെക്കൻഡ് പൊസിഷനിൽ നമ്മളെ പിള്ളേർ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ലേണേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേണേഴ്സ് ഒരുപാട് കീവേഡ്സ് സെക്കൻഡ് പൊസിഷനിൽ ഉണ്ട് അവര്. യെസ്. നെക്സ്റ്റ് അടുത്തത് ഒരു ബിസിനസ് തന്നെയാണ്. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള കീവാണ്. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഫാത്തിമത്ത് ഫിദ അല്ലെ. സോ ജസ്റ്റ് ഡയലോഗ് പോലത്തെ, സുലേഖൊക്കെ പോലത്തെ ജസ്റ്റ് ഡയലോഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ വരുന്നുണ്ടാവും. അപ്പം എന്നിട്ട് ഈ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ആള് കുറച്ച് ഡിസംബർ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. റീസിന്റെ കൂടെ ഇറങ്ങിയ സ്റ്റുഡന്റ് തന്നെയാണ് ഫിദ. കുറെ പേര് റാങ്ക് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു കീവേഡിൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, കാരണം ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേജസ് ഉണ്ട്. നമ്മുടെ ലേണേഴ്സ് തന്നെ കുറെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലോണം ഓർഗാനിക്കലി അവർക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ വർക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അത് കൂടെ ഓർഗാനിക്കലി വർക്ക് അല്ലെങ്കിൽ ലീഡ് വരുന്നുള്ള കാര്യം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് അതൊക്കെ അല്ലെ. സോ യെസ്, ഫാത്തിമത്ത് ഫിദയാണ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്. നെക്സ്റ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞ കീവേഡിൽ റാഷിദ് അല്ലെ, റാഷിദ് എനിക്ക് നാളെ ഇപ്പൊ എവിടെയോ ട്രെയിനർ ആയിട്ട് എന്തോ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിപ്പിച്ചൊരു ലേണർ അല്ലെ, അവിടെ ട്രെയിനർ ആയിട്ട് കയറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ദാറ്റ്സ് എ ഗ്രേറ്റ് മൂവ്മെന്റ് എന്ന് പറയാം അല്ലെ. ഋഷി ഭാസ്കർ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്താണ് ഓവർടേക്ക് ചെയ്ത് റാഷിദ തോട്ടുമുള്ള. ഞാൻ വിചാരിച്ചു ഞാൻ ഋഷിയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് റാഷിദ മുകളിൽ കയറി. എനിവേ നമ്മുടെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്, ലേണർ തന്നെയാണ്. കോമ്പറ്റീഷൻ പ്രൗഡാണ്. അപ്പം ആ ഒരു 3 month കോഴ്സ് അല്ലെങ്കിൽ 3 month പ്രോഗ്രാമിന്റെ ആയിട്ടുള്ള ഒരു ലേണർ തന്നെയാണ് ആ ഒരു വീണ്ടും കോമ്പറ്റീഷൻസ് വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് പേജ് കുറെ നമ്മളെ എത്തുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് മലപ്പുറം എന്ന് പറഞ്ഞ കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് റാഷിദയാണ്. റാഷിദ ഇപ്പോൾ ഒരു ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഹാപ്പി ഫോർ റാഷിദ. നെക്സ്റ്റ് മൂവാണെങ്കിൽ ബിസിനസ് ആണ്. ഞാൻ പറഞ്ഞ ഒരു ഗിഫ്റ്റ് ഹാമ്പേഴ്സിന്റെ ബേസിൽ കുറെ ബിസിനസ് നേരത്തെ ഷംനാമിസ് പറഞ്ഞ പോലെ ആണോ? ഓക്കെ. സോ ബെസ്റ്റ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇൻ കണ്ണൂരാണ് അല്ലെ. നേരത്തെ മലപ്പുറം കണ്ടായിരുന്നപ്പം കണ്ണൂർ.
ഇപ്പൊ ഗിഫ്റ്റ് ആംബേഴ്സിന്റെ ബേസിൽ കുറെ ബിസിനസ്സുകൾ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. സോ അവരെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് റാങ്ക് ചെയ്യിപ്പിച്ചത്. മുഹമ്മദ് ഷഹലാണ് ബെസ്റ്റ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ പുള്ളിയുടെ Rank വെബ്സൈറ്റ് ഒന്നാമത്തെ പൊസിഷനിൽ. ആളുകൾ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷൻ. അപ്പൊ പുള്ളിയുടെ ഫ്രണ്ടിന് കുറെ അല്ലെങ്കിൽ ലീഡ്സ് കുറെ ഓർഗാനിക് ലീഡ്സ് അല്ലെ, കുറെ കസ്റ്റമേഴ്സിനെ ഷാല് കൊണ്ടുവന്നിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷുവർ ആയിട്ടും അല്ലെ. സോ ഷാലാണ് ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത്. നെക്സ്റ്റ് പോവാണെങ്കിൽ വീണ്ടും വേറൊരു അതേപോലെ തന്നെ ഒരു ബേസിക് ഒരു ബിസിനസ് ആണ് അല്ലെ, കാലിക്കറ്റിലെ ബെസ്റ്റ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഇൻ കാലിക്കറ്റ്. റജാ ഷെറിൻ ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ബെസ്റ്റ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ നമ്മുടെ റജാ ഷെറിൻ. എനിക്ക് തോന്നുന്നു ഇതേ ഒരു ബാച്ച് തന്നെയല്ല, സാലിന്റെ ഒരു ബാച്ച് തന്നെയായിരുന്നു. സോ ഇപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നുണ്ട് അവർ ആ പൊസിഷനൊക്കെ. അതുവഴി അവർക്ക് നല്ല ലീഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ലീഡ്സ് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ആ ഒരു അവരുടെ ബിസിനസ് ഭയങ്കരമായിട്ട് നല്ല കീവേഡ് ആണ്, കാരണം ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് ആണ്. ചാൻസ് ഉണ്ടാവും. ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഒക്കെ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കും. ഞാൻ എല്ലാ കീവേഡ്സിലും അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് ലിസ്റ്റിംഗ് സൈറ്റ്സ് ജസ്റ്റ് സുലേഖ, ഇന്ത്യ മാർട്ട് ഈസി ആയിരിക്കില്ല റാങ്ക്. ഈസി ആയിരിക്കില്ല. അവരെ കോമ്പീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ട്രാഫിക് വരുന്ന ആളുകൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ആയിരിക്കും അതൊക്കെ. സോ അതിന്റെ അകത്തും അവിടെയും ഫസ്റ്റ് പൊസിഷനിൽ വരിക എന്ന് പറഞ്ഞാൽ കീപ്പ് ചെയ്യുന്നത് സെപ്റ്റംബർ ബിസിനസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ദാറ്റ്സ് ഗ്രേറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു കേക്കറാണ്, കേക്ക് മേക്കർ ആണ് അല്ലെ, കേക്ക് മേക്കർ ആണ്. സോറി, എനിക്ക് ആ വേർഡ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി സിമിലർ ആയിട്ട്. ബെസ്റ്റ് ഹോം മെയ്ഡ് കേക്ക് ഇൻ മലപ്പുറം. ബെസ്റ്റ് ഹോം മെയ്ഡ് കേക്ക് ഇൻ മലപ്പുറത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ള കേക്ക് നോക്കണമെങ്കിൽ നമ്മളെ തസ്ന നസ്രീൻ അല്ലെ. ബെസ്റ്റ് ഹോം മെയ്ഡ് കേക്ക് ഇൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് തസ്ന നസ്രീൻ ആണ്. കേക്ക് കൊണ്ടുതന്നിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ എത്തിയപ്പോ തന്നെ കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ ഭയങ്കര ടേസ്റ്റ് ഉള്ള കേക്കാണ്, എല്ലാവർക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യാണ് തസ്നയുടെ കേക്ക്. സോ എനിവേ അതൊരു നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കീവേഡിൽ തന്നെയാണ് ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ തസ്ന നസ്രീൻ ബെസ്റ്റ് ഹോം മെയ്ഡ് കേക്ക് ഇൻ മലപ്പുറത്തില് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് പോവാണെങ്കിൽ വീണ്ടും ബിസിനസ് വന്നിട്ടുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് ഇപ്പം ആളുകൾ യൂസ് ചെയ്യുന്നത് അല്ലെ, ഓവർ സൈസ്ഡ് മെൻ ടീഷർട്സ്. ഓവർ സൈസ്ഡ് ടീഷർട്സ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ മേ ബി ഖദീജ യൂസ് ചെയ്യാറുണ്ടാവും, ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഓവർ സൈസ്ഡ് മെൻ ടീഷർട്ട് ഇൻ കേരള എന്ന് പറയുമ്പോൾ മുഹമ്മദ് അഫ്നാന്റെ ബിസിനസ് അല്ലെ. അഫ്നാൻ ഒരു നല്ല വെബ് ഡെവലപ്പറും കൂടിയാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ വെബ്സൈറ്റ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, ചെയ്യാവുന്നതാണ്. ഓവർ സൈസ്ഡ് മെൻ ടീഷർട്ട് അല്ലെ, നല്ലൊരു കീവേഡ് ആണ്. യെസ്. നമ്മൾ നെക്സ്റ്റ് പോവാണെങ്കിൽ വീണ്ടും നമുക്കൊരു ബിസിനസ് തന്നെയാണ്. നമ്മുടെ പോർട്ട്ഫോളിയോന്റെ കൂടെ തന്നെ 14 ജില്ലകളിൽ റാങ്ക് ചെയ്യുന്ന പോർട്ട്ഫോളിയോന്റെ കൂടെ തന്നെ ഒരുപാട് ബിസിനസ്സുകളും ആ കുട്ടികൾ പോർട്ട്ഫോളിയോനേക്കാളും കൂടുതൽ ബിസിനസ്സുകളാണ് വന്നിട്ടുണ്ട്, റാങ്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അതുകൊണ്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മുടെ റുമൈസ പർവീൻ ആണ് നെക്സ്റ്റ്. റുമൈസ പർവീൻ നമ്മുടെ ബെസ്റ്റ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഗിഫ്റ്റ്സ് ഇൻ കണ്ണൂരിലാണ് അല്ലെ. വീണ്ടും ഒരു ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. സോ അതിന്റെ അകത്ത് നമ്മുടെ റുമൈസ പർവീൻ ആണ് ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. സോ ആ ഒരു ബിസിനസ് ഒക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. സോ നെക്സ്റ്റ് പോവാണെങ്കിൽ ബെസ്റ്റ് ഇലക്ട്രിക്കൽ സർവീസ് ആണ് അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ്. എല്ലാരും ഹാമ്പേഴ്സും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഒക്കെ കണ്ടപ്പം അല്ലെങ്കിൽ ഓൺലൈൻ ക്ലോത്തിങ്സ് കണ്ടപ്പോൾ ഇവര് കോമ്പറ്റീറ്റർ ഗവൺമെന്റ് വെബ്സൈറ്റ്സ്. സോ ഗവൺമെന്റ് വെബ്സൈറ്റിനോടൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യുന്നതാണ് അത് രസകരമായിട്ടുള്ള ഒരു ഫാക്ട് വരുന്നത്. സോ ബെസ്റ്റ് ഇലക്ട്രിക്കൽ സർവീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ നമ്മളെ ഗവൺമെന്റ് വെബ്സൈറ്റിനൊക്കെ കടത്തി വെച്ചിട്ടാണ് അല്ലെ. KSEBിന്റെ വെബ്സൈറ്റ് ഒക്കെ അല്ല. അപ്പം ഓക്കെ, എനിവേ എല്ലാരും നോക്കുന്നുണ്ടെന്ന് വിചാരിക്കും. കേരള ബേസിലുള്ള കീവേഡ് ഇലക്ട്രിക്കൽ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ അനീന ഫാത്തിമയാണ് നമ്മളെ ബെസ്റ്റ് ഇലക്ട്രിക്കൽ സർവീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. ആളുകൾ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം കാണാൻ നമ്മൾ അനീന ഫാത്തിമേനെ ആയിരിക്കും അല്ലെ. സോ നെക്സ്റ്റ് കീവേഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു പോർട്ട്ഫോളിയോ എത്തിയിട്ടുണ്ട്. അപ്പം വയനാട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ വയനാട് എന്ന് പറഞ്ഞിട്ട് സിനാൻ ഉണ്ടായിരുന്നു. കുറച്ച് ബിസിനസ് വെബ്സൈറ്റുകൾക്ക് ശേഷം നമുക്ക് എന്താണ് വീണ്ടും പോർട്ട്ഫോളിയോസ് തിരിച്ചെത്തിരിക്കുകയാണ്. സോ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വയനാട് എന്ന് പറഞ്ഞ കീവേഡില് അനസ് ആണ് അല്ലെ. അനസ് അസ്ലം ഈ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് റാങ്ക് ചെയ്ത് L3 ബാച്ച്, ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ബാച്ച് ആയിരുന്നു L3 ബാച്ച്. നമ്മുടെ അനസ് അസ്ലം ആണ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വയനാട് നമുക്കൊരു പോർട്ട്ഫോളിയോ കൂടി വന്നിട്ടുണ്ട്. വീണ്ടും വയനാട്. ഓക്കെ, സോ വീണ്ടും വയനാട് അല്ലെ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോവാണെങ്കിൽ
ഓക്കെ, തൃശ്ശൂർ നമുക്ക് നേരത്തെ റേസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. റേസിന്റെ കൂടെ തന്നെ ഒരാളാണ് L3 ബാച്ചിന് ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ബാച്ച് L2 ആണോ? ഓക്കെ, L2 ബാച്ച് ആണെന്ന് തോന്നുന്നു. ഖദീജന്റെ സ്റ്റുഡന്റ് കറക്റ്റ് ആയിട്ട് ഖദീജയ്ക്ക് ഓർമ്മ ഉണ്ട് അത്. ഓക്കെ ഫൈൻ, അതെ അതെ അതെ. സോ എനിവേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ഇൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ നമ്മുടെ മുഹമ്മദ് ഫവാസ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. മുഹമ്മദ് ഫവാസ് അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള കീവേഡ് തന്നെ തോന്നുന്നു അല്ലെ? വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടില്ല. യെസ്, സോ മുഹമ്മദ് ഫവാസ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. വീണ്ടും യെല്ലോ കളർ ഓൺലൈൻ ബാച്ച്. സോ ഓൺലൈൻ ബാച്ച് എവിടെയും പോകുന്നില്ല. ഭയങ്കര പ്രൗഡാണ്. കാരണം ഓഫ്ലൈൻ ബാച്ചിൽ അവർക്ക് പ്രൗഡ് ഇല്ലാന്നല്ല, കാരണം അവര് പിന്നാലെ ഞങ്ങളുണ്ട്, ഫുൾ ടൈം ഞങ്ങളുണ്ട്. അവർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലെ? അവരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണല്ലേ? അതെ അതെ. ഈ സേതു ജയനാണ് ഫ്രീലാൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇടുക്കിയിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സേതു ജയൻ. സോ പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. 2 മണിക്കൂർ ഇട്ടിട്ട് എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഓഫ്ലൈൻ ബാച്ച് നമ്മൾ 10 മണി മുതൽ 4 മണി വരെ 4 മണി വരെ 10 to 4 ആണ്. ഇവര് 2 hours 2 hours 7 to 9 ആയിരിക്കാം, അല്ലെങ്കിൽ 4 to 6 ആയിരിക്കാം, ചിലപ്പോൾ 8 to 10 ബാച്ചിൽ വരെ ഇരിക്കുന്ന ആളുകളുണ്ട്. സോ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇടുക്കി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ നമ്മുടെ സേതു ജയനാണ് ഓൺലൈൻ ബാച്ചിലെ സേതു ജയനാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പോവാണെങ്കിൽ, ഇത് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു എനിക്ക്. ഹോം മെയ്ഡ് കേക്ക്സ് ഇൻ കാലിക്കറ്റ്. സോ ഹോം മെയ്ഡ് കേക്ക്സ് ഇൻ കാലിക്കറ്റ് ഓർക്കുന്നുണ്ട് ഖദീജ? അത് ശമനാവശ്യമായിരുന്നു തോന്നുന്നു അല്ലേ? സോ ഞങ്ങള് പറഞ്ഞോ. ഓക്കെ, സോ ഇനിവേ ഹോം മെയ്ഡ് കേക്ക്സ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞ കീവേഡിൽ നഫയാണ്. വീണ്ടും യെല്ലോ കളർ ആണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓൺലൈൻ നമ്മളത് കണ്ടിട്ടുണ്ടായത് അല്ല, അതെ അതെ. ഞങ്ങള് ഒരു അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാരെയും കാണണം എന്ന് പറഞ്ഞ് നെഫ അവിടെ എത്തി. അന്ന് എന്നോട് പറയാണ്, സർ ഞാൻ ഹോം മെയ്ഡ് കേക്ക്സ് ഇൻ കാലിക്കറ്റിൽ എന്റെ വെബ്സൈറ്റ് 1ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത്. സോ ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾ എല്ലാരെയും മീറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്തു, ഫോട്ടോ എടുത്തു, കുറെയൊക്കെ സംസാരിച്ചു. ഭയങ്കരമായിട്ട് ട്രെയിനേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഹാപ്പി ആയി. എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു ആ സമയത്ത്. സോ അപ്പം നെഫയാണ് ഹോം മെയ്ഡ് കേക്ക്സ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ നെഫ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു കീവേഡിൽ റാങ്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ബിസിനസ്സിന് ഭയങ്കരമായിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. കുറെ കേക്ക് ഒക്കെ വിറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. യെസ്, അപ്പം നെഫയാണ് ഹോം മെയ്ഡ് കേക്ക്സ് ഇൻ കാലിക്കറ്റിൽ 1ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോവാം. വീണ്ടും യെല്ലോ കളർ. വീണ്ടും ഒരു ഓൺലൈൻ ബാച്ചിൽ സ്റ്റുഡന്റ് ആണ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡ് ആണ്. ദുബായിലാണ് പെൻസിൽ സ്കെച്ച് ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. അവിടെ എനിക്ക് തോന്നുന്നു ദുബായിൽ ആർട്ടിസ്റ്റുകൾ കൂടുതൽ. ഞാൻ നോക്കിയ സമയത്ത് ആർട്ടിസ്റ്റുകൾ വേറെ വെബ്സൈറ്റുകളും ഇൻസ്റ്റഗ്രാമും ഒക്കെ റാങ്ക് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടാവുക, സെർച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹിബ അബു താഹിർ ആണ് പെൻസിൽ സ്കെച്ച് ആർട്ടിസ്റ്റ് ഇൻ ദുബായ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കീവേഡും ആണ്. സോ അതിൽ നമ്മുടെ ഹിബ എത്തിയിട്ടുണ്ട്, ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ദുബായ് ബേസ്ഡ് കീവേഡ് ആണ്. ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റുഡന്റ് ആണ്. അതും ആലോചിക്കണം, അവർ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. തീരുന്നില്ല, വീണ്ടും ഓൺലൈൻ ബാച്ച്, വീണ്ടും യെല്ലോ കളർ. സോ ഇത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കീവേഡ് ആണ്. ഖദീജ, ഗ്രാഫിക് ഡിസൈനർ ഇൻ കേരള. ഗ്രാഫിക് ഡിസൈനർ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ഈ കേരള അല്ലെ. നല്ല കോമ്പറ്റീഷൻ ഉള്ള കീവേഡിലാണ്. അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം റീച്ച് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു നമ്മുടെ ആദിൽ. കേരളയാണ് ലൊക്കേഷൻ. ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്. അപ്പൊ ബെസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ ഇൻ കേരള എന്ന് പറഞ്ഞ കീവേഡിൽ നമ്മുടെ ആദിലാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. ആലോചിക്കണം, ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്, ഗ്രാഫിക് ഡിസൈനർ ആണ്. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഗ്രാഫിക് ഡിസൈനർ നമ്മുടെ ആദിലാണ്. സോ ആ ഒരു കീവേഡിൽ 1ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആദിലാണ്. സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ ഒരു ഡിഫറെന്റ് വരുന്നുണ്ട്. എസ്തെറ്റിക് ഓവർ സൈസ് ടീഷർട്ട്. വീണ്ടും ഓവർ സൈസ് ടീഷർട്ട് ആണ്. ഫാത്തിമ ഓൺലൈൻ വന്നു, ഓഫ്ലൈൻ വന്നു. വന്നത് ആരാണ്? വീക്കെൻഡ് ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, സോ ഓൺലൈൻ പ്രോഗ്രാമും ഓഫ്ലൈൻ പ്രോഗ്രാമും മാത്രമല്ല, വീക്കെൻഡ് ബാച്ചിലർ ലേണേഴ്സും റാങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ട് വരുന്നത് അതിനകത്ത്. സോ ഒരു ബാച്ചിൽ, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ബാച്ച് ആയിക്കോട്ടെ, ഓഫ്ലൈൻ ബാച്ച് ആയിക്കോട്ടെ, ഓൺലൈൻ ബാച്ച് ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിപ്പിക്കുകയാണ്. പോർട്ട്ഫോളിയോ ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. സോ നെക്സ്റ്റ് വന്നിട്ടിരിക്കുന്നത് നമ്മുടെ ഫാത്തിമയാണ്. ഓവർ സൈസ് ടീഷർട്ട് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ റാങ്ക് ചെയ്യുന്നത്. ഇനി വീണ്ടും ഒരു വീക്കെൻഡ് ഇവിടെ തീരുന്നില്ല. നമ്മൾ ഓൺലൈൻ ബാച്ചിന്റെ പറഞ്ഞ പോലെ വീക്കെൻഡും തീരുന്നില്ല.
ഇവിടെ ഒരു കാര്യമുണ്ട്, ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഇൻ കാലിക്കറ്റ്. നല്ലൊരു കീവേഡ് ആണ്. വർക്ക് ചെയ്യല്ലേ? എനിക്ക് തോന്നുന്നു ആള് വർക്ക് ചെയ്യാണ്, പാസ്പോർട്ട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കരിയർ സ്വിച്ച് ചെയ്തിട്ടുള്ള ആളാണ്. ഷോർട്ട് ടൈം കൊണ്ട് വളരെ ഷോർട്ട് ടൈം കൊണ്ട് റാങ്ക് ലഭിച്ചു. അത്രയും നല്ലൊരു കീവേഡ്. അത്രയും നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാലിക്കറ്റ് ബേസിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. സോ ഇതിന്റെ വേറൊരു ഫാക്ട് ഉണ്ട്. അർഷാദ് ഇപ്പൊ ഒരു എന്ത് തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? emergency അർഷാദ് ഇപ്പൊ ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു അപ്രിഷിയേറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു convocation-ന്റെ day കോൺവെക്കേഷൻ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വീക്കെൻഡ് ബാച്ചിലർ സ്റ്റുഡൻസ് ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. സോ സ്യൂട്ടബിൾ ആയ ഒരു കീവേഡ് ആണ് ഡിജിറ്റൽ ഇതിന് suitable മാർക്കറ്റിംഗ് ആയിട്ടുള്ള കൺസൾട്ടന്റ്. literally planned ആയിരുന്നു. പ്ലാൻഡ് ആയിരുന്നു ആ കീവേഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെ. സോ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഇൻ കാലിക്കറ്റ്, ആ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ അർഷദ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ആളിലേക്ക് പോവാം. ഇതാ വീണ്ടും വന്നു. ഇപ്പം നേരത്തെ ദുബായ് ആയിരുന്നെങ്കിൽ ഇപ്പം ഖത്തറാണ് അല്ലെ. ഖത്തറാണ്. 14 ജില്ലകളിൽ മാത്രമല്ല, ദുബായിലും ഖത്തറിലും ഒന്നാമത്തെ പൊസിഷനിൽ നമ്മുടെ CDAയിലെ ലേണേഴ്സ് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ എടുക്കുകയാണ്. സോ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഖത്തർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ സിറാജ് ആണ് ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കീവേഡ് ആയിരുന്നു. സിറാജ് വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെയാണ് അതിൽ ഒന്നാമത്തെ പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. സോ ഞാൻ പറയുന്നു 14 ജില്ലകളിൽ നിന്ന് മാറി ദുബായ് വന്നു, ഖത്തർ വന്നു, ഇനി അബുദാബി വരും, വരാനിരിക്കുന്നത് കാണാനേ ഉള്ളു അല്ലെ. സൗദി വരും, ഇനി എല്ലാവരും വരും. ഇനി ചിലപ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും വരെ ഞങ്ങൾ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ലേണേഴ്സ് വരാൻ സാധ്യതയുണ്ട് ആ ഒരു കീവേഡിൽ വരെ. സോ ഇനിവേ നമ്മൾ അടുത്തൊരു കീവേഡിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡന്റ്. യെല്ലോ കളർ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡന്റ്. ഇതൊരു ബിസിനസ് ആണ് അല്ലെ. വുഡൻ ഡെക്കോസ് അല്ലെ, ഒരു വുഡൻ ഡെക്കോസ് ഇൻ കേരള. അപ്പൊ ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡൻസ് വീണ്ടും വന്നിട്ടുണ്ട്. ദേ ആർ ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ. നെക്സ്റ്റ് നമ്മുടെ സമീറ സംശുദ്ദീൻ ആണ് വുഡൻ ഡെക്കോസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്, വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവുന്ന. സോ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു ഓൺലൈൻ ബാച്ചിലുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു കീവേഡ് ഖദീജ കോമ്പറ്റേറ്റീവ് ആണ്, വളരെയധികം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കീവേഡ് ആണ്. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കീവേഡിൽ റാങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഭാഗ്യയാണ്. ഭാഗ്യസൂര്യ അല്ലെ, ഭാഗ്യസൂര്യ റാങ്ക് ചെയ്തിട്ടുണ്ട്. സോ ഭാഗ്യസൂര്യ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു സമയത്ത് റാങ്കിങ് ഡ്രോപ്പ് ആയിട്ട് നോട്ട് ഫൗണ്ടിലേക്ക് പോയ സമയം വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ കുട്ടി തളർന്നിട്ടില്ല, വീണ്ടും വർക്ക് ചെയ്ത് റാങ്ക് ആയ വെബ്സൈറ്റിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളെ ഭാഗ്യസൂര്യ. സോ ഒരു കോമ്പറ്റേറ്റീവ് ആയ കീവേഡ് ആണ്, ഓൺലൈൻ ലേണർ ആണ്. അത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഭാഗ്യസൂര്യ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ. ഇനി നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലേക്ക്. കുറെ ഓൺലൈൻ ബാച്ച് കണ്ടു, കുറെ വീക്കെൻഡ് ബാച്ച് കണ്ടു. സോ വീണ്ടും നമുക്ക് നെക്സ്റ്റ് പോവുകയാണെങ്കിൽ അമലാണ് അല്ലെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഇൻ പാലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡിൽ നമ്മള് അമലാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സോ വലിയൊരു ലിസ്റ്റ് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു തീർത്തത്. പറഞ്ഞ് ഞങ്ങൾ തന്നെ ക്ഷീണിച്ചു സത്യം പറയുകയാണെങ്കിൽ. കാരണം ഇത്രയും വലിയൊരു ലിസ്റ്റ് നിങ്ങളുടെ അടുത്ത് എത്തിക്കണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്, ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ് അല്ലെ. സോ വളരെ പ്രൗഡ് ആണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എത്തണമ്പം ഞങ്ങളുടെ കൂടെ മേർ സാറും മിസ്ബ സാറും ഒക്കെ കൂടുതൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ചില കാരണങ്ങളാൽ എത്താൻ പറ്റിയിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സുകളാണ്, അവർ ആ ഓൺലൈൻ ക്ലാസ്സുകളിൽ ബിസിയാണ്, അതുകൊണ്ടാണ് എത്താഞ്ഞത്. സോ എനിവേ അവർക്കും എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേ സോ ഈ ഒരു വലിയൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ, ഈ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ അല്ലെ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് നമ്മുടെ ലേണേഴ്സിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മളെ CDAയുടെ വെൽ വിഷേഴ്സിന്റെ കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. സോ വേറെ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു കാര്യമായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ അറിയിക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ജോബ്, അല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിയിക്കാന്നുള്ളതായിരുന്നു. സോ ഇത്രയും നേരം ഈ ഒരു ലിസ്റ്റ് കേട്ട് നിന്ന ആളുകൾ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും എനിവേ എന്തായാലും ഇവര് കേട്ട് നിന്നതിൽ വലിയൊരു താങ്ക്സ് ഉണ്ട് അല്ലെ. സോ വലിയൊരു വാർത്തയാണ്, ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരുന്ന ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. വീണ്ടും പ്രൗഡ് മൂവ്മെന്റ് പറയുന്നത്.
പറയാൻ കാരണം yes. കുറച്ചു കാലം കൊണ്ട് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ മാച്ച് വരെ ഇവിടെ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാല് പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ സെൽഫ് ലേൺ ചെയ്യുക. നമ്മളടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുക അതെങ്ങനെ ഇതെങ്ങനെ കാര്യം, അങ്ങനെ ഒരു എടുക്കാനുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഒബ്വിയസ്ലി ലൈക്ക് ആസ് ട്രെയിനേഴ്സ് ഞങ്ങൾ വളരെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം SEO കമ്പയർഡ് ടു ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാക്കി എല്ലാ മൊഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഒരു Yes. പേടിയായിരുന്നു. പക്ഷെ വന്ന് കഴിഞ്ഞോ SEO കഴിഞ്ഞോ എന്ന് ചോദിക്കും. പിന്നെ അവരത് കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. വി ആർ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. പുതിയ പുതിയ സ്ട്രാറ്റജീസ് അവർ തന്നെ ബിൽഡ് ചെയ്യണം. SEO ഒരിക്കലും തീരുന്നില്ല ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വീണ്ടും വീണ്ടും SEOയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് ബിസിനസ് ഓണേഴ്സിനോടാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് CDയിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ ലേണറിനെയും ഹയർ ചെയ്യാവുന്നതാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ഇറങ്ങുന്നത്. സോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഒരു പ്രൂഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത്രയും 47 അല്ലെങ്കിൽ 46 സ്റ്റുഡൻസിന്റെ കറന്റ്ലി റാങ്ക് ചെയ്യുന്ന പ്രായമുണ്ട് നമ്മള് പ്രായം നമ്മള് പിള്ളേരാണ്. അതെ, ഈ 46 ഫസ്റ്റ് പൊസിഷൻ മാത്രമല്ല കേട്ടോ, ഇതിന്റെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. അവരൊന്നും നമ്മള് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഇനി പക്ഷെ മാത്രം പറഞ്ഞിട്ട് തന്നെ സച്ചിൻ അതെ ടയർഡായി. ഇനി സെക്കൻഡ് പൊസിഷൻ കൂടി പറയുമ്പോഴത്തേക്ക് ഇനി അതൊരു 100+ കൗണ്ട് ആവും എനിക്ക് അറിയാം. സോ അത് പറയുമ്പോഴത്തേക്ക് എല്ലോടെ ടയർഡായി പോകുമെന്ന് എനിക്കറിയാം. ടൈം ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. സോ എനിവേ ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കുക, CDയിൽ നിന്ന് പഠിച്ചു വരുന്ന ഓരോ ലേണേഴ്സിനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹയർ ചെയ്യാം. ഇത് ഞങ്ങൾ ട്രെയിനേഴ്സ് തരുന്ന വാക്കാണ്. സോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. CDയിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹയർ ചെയ്യാം. അവരെ പെർഫോമൻസ് ആയാണ് ഇത് അതിനുള്ള ഒരു പ്രൂഫ് കൂടെയാണ്. സോ വി ആർ സൈനിങ് ഓഫ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ എവറിഥിങ്. കൂടെ നിന്നതിനും എവറിഥിങ് സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും ഒരു താങ്ക് യു പറയാണ്. സോ സൈൻ ഔട്ട്. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാണ്. സോ താങ്ക് യു, ബൈ.